ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ജിയോ കിച്ചൻ ടൂർ വൈബ്സിലേക്ക് നിങ്ങളെ എല്ലാവരും വളരെ സസ്നേഹം ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരല്പം ഗ്യാപ്പ് ഉണ്ടായി, അത് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പിയാണ് ചിക്കൻ സോസേജ് ഫ്രൈ. അപ്പോൾ ഇതാണ് സോസേജ്, ചിക്കൻ സോസേജാണ്. അപ്പോൾ സോസേജിനെ പറ്റി പറയുമ്പോൾ നിങ്ങളെല്ലാവർക്കും തന്നെ മിക്കവാറും പേർക്കൊക്കെ സോസേജ് എന്താണെന്ന് അറിയുമായിരിക്കും. എങ്കിലും ഞാൻ അറിവില്ലാത്തവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കുറച്ച് കാര്യം പറയുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ സോസേജ് ചിക്കൻ കൂടാതെ ഇത് സോസേജ് ബീഫ് പോർക്ക് ഒക്കെ സോസേജ് ഉണ്ട് ഇൻ്റർനാഷണൽ ലെവലിൽ. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ ചിക്കൻ സോസേജ് ആണ് മെയിനായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമുക്കിത് മാത്രമേ ഇവിടെ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ സോസേജിനെ പറ്റി അല്പം വിവരം നിങ്ങൾക്ക് തരികയാണ്. ഈ സോസേജ് ഇപ്പോൾ ഇത് ചിക്കൻ സോസേജാണ്. ഇപ്പോൾ ചിക്കൻ സോസേജ് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ മീറ്റ്, അതിൻ്റെ മീറ്റ് നന്നായിട്ട് മെഷീനിലിട്ട് അരയ്ക്കും. കൂടാതെ അതിൽ ഓനിയൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മറ്റുള്ള കുറേ സ്പൈസസ് ഒക്കെ ചേർത്ത് ഇതിനെ നല്ല സിറപ്പ്, ഒരു കുഴമ്പ് പോലെ പരുവത്തിലാക്കുകയാണ്. എന്നിട്ട് ഇത് മെഷീൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിന് കവറുണ്ട്, ആ കവറിൽ ഇത് നിറയ്ക്കുകയാണ്. അത് നിറച്ചിട്ട് ഇതിപ്പോൾ നമ്മളെപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കണം. അങ്ങനെ നിറച്ച് വരുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നപ്പോൾ തന്നെ ഇതിനെ സ്റ്റീം കയറ്റിയിട്ട് ഒരു പ്രീ കുക്ക്ഡാണ് വരുന്നത്. എങ്കിലും നമുക്ക് അല്പം കൂടെ ഇതിനെ കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഈ സോസേജിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഈ സോസേജ് ഇതിന് കട്ട് കൊടുക്കണം. കട്ട് കൊടുക്കുന്നത് ശരി, ഇത് വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാല ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ എല്ലാ സോസേജും കട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൽ 1 ടീസ്പൂൺ വിനാഗിരി ഇതിൽ ചേർക്കണം. ഇതിനു വേണ്ടി മസാല കോട്ട് ചെയ്യാൻ വേണ്ടി മസാല ഉണ്ടാക്കുകയാണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. പിന്നെ അടുത്തത് നമ്മുടെ വൈറ്റ് പേപ്പറാണ്. വൈറ്റ് പേപ്പർ കൊടുത്തു. റോസ്റ്റഡ് ജീര പൗഡർ ചേർക്കണം. അടുത്തതായിട്ട് കുറച്ച് പെപ്പർ, ബ്ലാക്ക് പെപ്പർ. ചേർത്തു. ഇനി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, ഒട്ടും പ്രയാസമില്ല. അധികമൊന്നും വേണ്ട, കുറച്ച് മതി. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനിയുള്ളത് ഇത് പാപ്രിക്ക പൗഡർ എന്ന് പറയും. ഈ പാപ്രിക്ക പൗഡർ ഇത് ബാംഗ്ലൂർ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇത് വരുന്നത് ബ്രസീൽ, ചിലി എന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണിത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും, റെഡ് പെപ്പർ എന്ന് പറയും, റെഡ് ക്യാപ്സിക്കത്തിൻ്റെ അതിൻ്റെ സീഡ് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് പാപ്രിക്ക എന്ന് പറയുന്നത്. നമ്മൾ കാശ്മീരിലും ഉണ്ടാക്കുന്നുണ്ട് ഇത് 1 ടീസ്പൂൺ നമുക്കിതിൽ ചേർക്കാം. ഇതാണ് എരിവ് കൊടുക്കുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട, നിങ്ങൾ സാധാരണ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാലും മതിയാവും. ഇനി നമുക്ക് ചേർക്കാനുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി നമുക്കല്പം ഓയിൽ ചേർക്കാം. ഇതിപ്പോൾ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഉപ്പ് കൂടെ ചേർക്കാനുണ്ട്. ഉപ്പും ചേർത്തു ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
സോസേജ് ഇതിലിട്ട് ഇളക്കണം. ഓരോന്നോരോന്നായിട്ട് ഇളക്കിയിട്ട് മസാല നന്നായിട്ട് കോട്ടാവണം. ഇത് നമ്മൾ ഇനി ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനൊന്ന് മാരിനേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളെ കാണിക്കുകയാണ്. ഇത് 2 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പ്രയാസമല്ലേ, അതുകൊണ്ട് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇതെടുക്കുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സോസേജാണ്. ഇതാണ് നമ്മളിനി ഷാലോ ഫ്രൈ അല്ല, ശരിക്കും ഫ്രൈ എന്ന് പറയാം, ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്രിൽ പാൻ വെച്ചിട്ടുണ്ട്. ഗ്രിൽ പാൻ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ സാധാരണ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കഴിഞ്ഞാലും ധാരാളം മതിയാവും. അപ്പോൾ ഇന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അല്പം എണ്ണ നമുക്ക് ഒഴിക്കാം. ഇത് ബാർബക്യൂ അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് അല്പം എണ്ണ കൂടി പോയാലും കുഴപ്പമില്ല. നമ്മൾ ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞ പോലെയാണ് എടുക്കുന്നത്, എങ്കിലും ഓവർ എണ്ണയുടെ ആവശ്യമില്ല. അല്പം ബ്രഷ് കൊണ്ട് ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെ ഒന്നാക്കാം. നമുക്ക് അല്പം ഫ്ലെയിം കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ ക്രോസിങ് ആയിട്ടിടുക. ഈ ഗ്രൂസിൻ്റെ ക്രോസിങ്ങിലിടണം, എന്നാലേ ഇതിൽ ആ ഗ്രൂസിൻ്റെ പാട് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു 200 ഗ്രാം സോസേജാണുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ അല്പം മൂടി വെക്കാം, കുറച്ച് സമയത്തേക്കൊന്ന് മൂടി വെച്ചിട്ടും വയ്ക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് നമുക്ക് മറിച്ച് കൊടുക്കാം. ഇതിനധികം കുക്കാവേണ്ട ആവശ്യമില്ല ഇത്, കാരണം ഇത് പ്രീ കുക്ക്ഡാണ് സോസേജുകളൊക്കെ. ഒന്ന് മറിച്ച് കൊടുക്കാം. നമുക്കൊന്നുകൂടി കവർ ചെയ്യാം. അല്പം കൂടെ ഫ്ലെയിം കൂട്ടി കൊടുക്കാം. ഇത് മൂടിയൊന്നെടുക്കാം. ഇത് കുറച്ച് ഹൈ ഫ്ലെയിം ആയിരുന്നു, മീഡിയം ഫ്ലെയിമിലാണ്. ഇനി നമുക്കിത് മൂടി വെക്കണമെന്നില്ല, നമുക്കിതുമാതിരി തന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഹൈ ഫ്ലെയിമിലിടുക. വളരെ ടേസ്റ്റിയാണ് ചിക്കൻ സോസേജ്. പോർക്ക്, ബീഫ് ഇവയുടെ സോസേജ് നമ്മുടെ ഇന്ത്യയിൽ അത്ര അവൈലബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കേരളത്തിൽ കിട്ടുന്നില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, കിട്ടാനില്ല. ചിക്കൻ സോസേജ് മാത്രമാണ് കിട്ടുന്നത്. നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടത് സോട്ട് ചെയ്യാണ്. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രീ കുക്ക്ഡ് ആയത് കാരണം അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഹൈ ഫ്ലെയിമിൽ നിന്ന് ഞാൻ ലോ ഫ്ലെയിമിലാക്കി അധികം വേവിക്കേണ്ട. ഇതിപ്പോൾ ഞാൻ ഒരു സ്നാക്സോ സ്റ്റാർട്ടറോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇത് നമുക്ക് ആ രീതിയിൽ കഴിക്കാം. ഞാൻ പ്രത്യേകിച്ചൊരു വിഭവമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ രീതിയിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ കറിയാക്കി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സാധാരണഗതിയിൽ ചിക്കൻ ഉണ്ടാക്കുന്ന അതേ മസാലകളൊക്കെ ചേർത്ത് ഇതിനെ അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി ഇതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈ ഇവിടെ ആയിരിക്കുകയാണ്, മുമ്പിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്റ്റാർട്ടറായിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു ഇൻഡോ കോണ്ടിനെൻ്റൽ വിഭവമാണ്. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ അകത്ത് ചേരുവകൾ നമ്മുടെ ഇന്ത്യൻ മസാലയും ഉണ്ട്, ഫോറിൻ മസാലകളും ഉണ്ട്. പ്രത്യേകിച്ച് ഈ പാപ്രിക്ക പൗഡർ എന്നൊക്കെ പറയുന്നത് ഇവിടെ അങ്ങനെ അധികം ഉപയോഗിക്കാറുള്ളതല്ല. അതുകൊണ്ട് ഇതൊരു ഇൻഡോ കോണ്ടിനെൻ്റൽ വിഭവമായിട്ട് തന്നെ നിങ്ങളിതിനെ കണക്കാക്കുക. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ തന്നെ അടുത്തൊരു സമയം വരുമ്പോൾ ഞാൻ ഇതുകൊണ്ട് എങ്ങനെ നമുക്കൊരു കറി ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ചിക്കൻ മസാല കറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ ഇത് ചോറിനോ ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇത് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഇത് ഫ്രീസറിൽ വെച്ച് അതാണ് കിട്ടുന്നത്. നിങ്ങളുടെ ഏത് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് അവൈലബിളാണ്. ഇത് പലതരത്തിലുള്ളത് കിട്ടും. ഇതേമാതിരി നീളമുള്ളത് നിങ്ങൾ വാങ്ങുക. പല തരത്തിലും പേരുകളിലുള്ള ഇതായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുക. അപ്പോൾ ഏതായാലും ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിനെ വിജയിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ വരും. ഓൾ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതിനകത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.